എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരപ്പൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് മഹാദേവനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. മഹാദേവനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാകില്ല. അതിനാൽ മഹാദേവനെക്കുറിച്ച് വിശദമായി പറയുന്ന ഒരു വലിയ വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഇന്ന് ഈ വീഡിയോ ഒരു ചെറിയ തുടക്കം മാത്രം. മഹാദേവന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് 2 വാക്കുകൾ. നിങ്ങൾ എവിടെയാണ് അവസാനിക്കുന്നതോ അവിടെയാണ് മഹാദേവൻ ആരംഭിക്കുന്നത്. ശക്തി തീരുമ്പോൾ ഭയപ്പെടേണ്ട, അത് മഹാദേവന്റെ തുടക്കമാണ്. നിങ്ങൾ കൈവിടുന്ന നിമിഷത്തിൽ നിങ്ങളുടെ കൈ പിടിക്കുന്നത് മഹാദേവനാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മഹാദേവന്റെ ഭക്തനാണെങ്കിൽ ഓം നമഃ ശിവായ കുറഞ്ഞത് 3 തവണ മനസ്സിലോ ചുണ്ടുകളിലോ നമിച്ച് പറയുക. ഇത് അവസാനമാണ് എന്ന് നിങ്ങൾ കരുതുന്നത് മഹാദേവന്റെ ആരംഭമാണ്. വിശ്വാസം മാത്രം മതി. വേദനയിലും മൗനത്തിലും കേൾക്കുന്നവൻ ഒരാളുണ്ട്, അവനാണ് നമ്മുടെ മഹാദേവൻ. ചില നിമിഷങ്ങളിൽ നമ്മൾ പറയും, ഇനി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പരാജയപ്പെട്ടു, എല്ലാ വഴികളും അടഞ്ഞു. എന്നാൽ അത് എല്ലാം കഴിഞ്ഞു എന്നല്ല അർത്ഥം. നിരാശപ്പെടരുത്. മനസ്സറിഞ്ഞ് വിളിച്ചാൽ മതി, അവിടെ മഹാദേവന്റെ സഹായം ഉണ്ടാകും. പാലാഴി മദനത്തിന്റെ കഥ ഓർക്കൂ. ദേവന്മാരെക്കാൾ കഷ്ടപ്പെട്ടത് അസുരന്മാരാണ്. എന്നാൽ ഫലം കിട്ടിയത് ദേവന്മാർക്കായിരുന്നു. അനീതി കണ്ടിട്ടും മഹാദേവൻ വെറുതെ ഇരിക്കും എന്ന് കരുതരുത്. മഹാദേവൻ ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി മന്ത്രം നൽകി, അനീതിക്ക് മറുപടി നൽകി. ദേവന്മാർ അസുരന്മാരെക്കാൾ നല്ലവരായിരുന്നു. എങ്കിലും ദേവന്മാർക്ക് ബൃഹസ്പതിയുടെ രൂപത്തിൽ നല്ല ഒരു ഗുരു ഉണ്ടായിരുന്നു. അസുരന്മാർക്ക് ദുഷ്ടസ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും അവരെ നേർവഴിക്ക് നയിക്കണമെന്ന ദൈവിക ഉദ്ദേശത്തോടെ മഹാദേവൻ തൻ്റെ ഭക്തനായ ശുക്രാചാര്യനോട് അസുരന്മാരുടെ ഗുരുവായി മാറി അവരെ ഉപദേശിക്കണമെന്ന് നിർദ്ദേശിച്ചു. ശുക്രാചാര്യർ പറഞ്ഞു, മനസ്സുകൊണ്ട് അസുര ഗുരുവാകാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും മഹാദേവന്റെ ഉപദേശം എനിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ വർഷത്തിൽ 6 മാസം മാത്രമേ അസുരന്മാരെ ഉപദേശിക്കൂ. ശേഷിക്കുന്ന 6 മാസം മഹാദേവനെ തപസ് ചെയ്യാൻ അനുവദിക്കണം എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇത്തരം 100,000 ഉദാഹരണങ്ങൾ പുരാണങ്ങളിൽ കാണാം. മഹാബലിയെ സഹായിച്ചതു മുതൽ തുടങ്ങുന്ന കഥകൾ സമയമനുസരിച്ച് പിന്നീട് വീഡിയോകളായി അവതരിപ്പിക്കുന്നതാണ്. ധർമ്മം എവിടെയുണ്ടോ അവിടെയുണ്ട് മഹാദേവൻ. 64 കലകളിൽ 32 കലകൾ ആണ് സദാശിവന് പരമശിവനിൽ നിന്ന് ലഭിച്ചത്. ഈ വീഡിയോയിൽ മഹാദേവൻ എന്ന് പറയുന്നത് സദാശിവനെയാണ്. ഈ പ്രപഞ്ചവും അതിലെ എല്ലാ സൃഷ്ടികളും മഹാദേവന്റെ പ്രവർത്തനങ്ങളാണ്. പരാശക്തി നിശബ്ദമായി എല്ലാം കാണുന്നു, ആസ്വദിക്കുന്നു. മഹാദേവൻ എന്നാൽ സംഹാരത്തിന്റെ നാഥൻ. പക്ഷേ സംഹാരം എന്നാൽ നാശമല്ല, അത് പുനഃസൃഷ്ടിക്ക് വഴിയൊരുങ്ങുന്ന ലയമാണ്. ശിവൻ രൂപമല്ല, അനന്തസത്വം. ആ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. കാലഭൈരവൻ സമയത്തിന്റെ നിയമം നമ്മെ പഠിപ്പിക്കുന്ന ശിവസ്വരൂപമാണ്. സമയം ബഹുമാനിക്കാത്തവനെ കാലം തന്നെ ശിക്ഷിക്കും. സത്യസന്ധമായി
ജീവിക്കുന്നവന് കാലഭൈരവൻ കാവൽ നിൽക്കും. ജീവിതത്തിലെ കഠിനാനുഭവങ്ങൾ പലപ്പോഴും ശിക്ഷയല്ല, ബോധ്യങ്ങളാണ്. സമയം, കർമ്മം, ധർമ്മം ഇവയെ ലഘൂകരിക്കരുത് എന്നതാണ് കാലഭൈരവന്റെ സന്ദേശം. നടരാജരൂപം ശൈവ ദർശനത്തിന്റെ പരമസംഗ്രഹം ആണ്. നടരാജന്റെ 5 പ്രവർത്തനങ്ങൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം എന്നിവയാണ്. അപസ്മാരനിൽ ചവിട്ടി നിൽക്കുന്നത്, അതിൻ്റെ അർത്ഥം അഹങ്കാരത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും സംഹാരം എന്നാണ്. ദക്ഷിണാമൂർത്തി അതായത് പരമഗുരു. മൗനത്തിലൂടെയുള്ള ഉപദേശം. സത്യജ്ഞാനം വാക്കുകളിലല്ല, അനുഭവത്തിലാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി പുറത്തല്ല, സ്വയം ഉള്ളിലാണ് ഉള്ളത്. ഗുരു എന്നത് ഒരാൾ മാത്രമല്ല. അനുഭവം, പരാജയം, വേദന എല്ലാം ഗുരുക്കന്മാരാണ്. എനിക്ക് എല്ലാം അറിയാം എന്ന അഹങ്കാരം വിട്ട് കേൾക്കാനും പഠിക്കാനും തയ്യാറാകുക. നിശബ്ദതയിൽ നിന്നാണ് പക്വത ജനിക്കുന്നത്. അർദ്ധനാരീശ്വരൻ അഥവാ ശിവശക്തി ഐക്യം. ഞാൻ മുകളിൽ എന്ന ചിന്ത സ്വയം നശിപ്പിക്കുക. പങ്കാളിത്തം വളർത്തുക. അസമത്വം കലഹം സൃഷ്ടിക്കുന്നു. സ്ത്രീ പുരുഷ തത്വങ്ങളുടെ സമത്വം. സൃഷ്ടിക്ക് ഐക്യം അനിവാര്യം എന്ന സത്യം. മഹാകാലഭാവം അതായത് കാലാതീതൻ. സംഹാരത്തിന് ശേഷം പോലും നിലനിൽക്കുന്നവൻ. യുഗങ്ങൾക്കും അതീതനായവൻ. യുവത്വം ഒരു സമയം കഴിയുമ്പോൾ നഷ്ടപ്പെടും. ബന്ധങ്ങളെ മാറ്റും, ശരീരത്തെ ക്ഷയിപ്പിക്കും. എന്നാൽ മൂല്യങ്ങൾ, സത്യസന്ധത, നല്ല കർമ്മങ്ങൾ കാലത്തേക്കാൾ ശക്തമാണ്. ഓരോ നിമിഷവും അമൂല്യമാണ്. സമയം നിന്നെ നിയന്ത്രിക്കരുത്. നീ സമയത്തെ ബോധ്യത്തോടെ ഉപയോഗിക്കണം. സമയം തന്നെ ശിവന്റെ ഒരു ഉപാധിയാണ്. പശുപതിനാഥൻ ജീവന്മാരുടെ മോചകൻ. ബന്ധനത്തിലായ ആത്മാക്കളെ രക്ഷിക്കുന്നു. കർമ്മബന്ധനം അഴിക്കുന്നു. സ്വയം അടിമയാക്കുന്ന ശീലങ്ങൾ തിരിച്ചറിയുക. പതിയെ അവയിൽ നിന്ന് മോചിതനാകുക. മോക്ഷം മരിച്ച ശേഷം മാത്രമല്ല, ഇപ്പോഴത്തെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നേടുക. ജീവൻ ദൈവത്തിലേക്ക് മടങ്ങുന്ന വഴിയാണ് ശിവാരാധന. യോഗീശ്വര ഭാവം അഥവാ പരമയോഗി ഭാവം. ഇന്ദ്രിയ നിയന്ത്രണത്തിൽ പരമാവധി പ്രാപിച്ച ഭാവം. ഇതിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകേണ്ടതില്ല. ജോലി, കുടുംബം, ഉത്തരവാദിത്വങ്ങൾ എല്ലാം ഉള്ളപ്പോൾ പോലും ഇത് സാധിക്കുന്നതാണ്. മനസ്സിനെ നിയന്ത്രിക്കുക. പ്രതികരണങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുക. സന്തോഷവും ദുഃഖവും വരട്ടെ, അതിനടിമയാകരുത്. യഥാർത്ഥ യോഗം ജീവിതത്തിൻ്റെ നടുവിലാണുള്ളത്. ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തെ അതിജീവിക്കുക. നീലകണ്ഠഭാവം കരുണയുടെ പ്രതീകം. സ്വയം ദുഃഖം ഏറ്റുവാങ്ങി ലോകത്തെ സംരക്ഷിച്ചു. ചിലപ്പോൾ കുടുംബത്തിനായി, അല്ലെങ്കിൽ സമൂഹത്തിനായി, അല്ലെങ്കിൽ കുട്ടികൾക്കായി നമുക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. എന്നാൽ അത് പുറത്തേക്ക് പകരരുത്. മറ്റുള്ളവരെ വിഷമപ്പെടുത്തരുത്. വേദനയെ വിദ്വേഷമാക്കാതെ കൈകാര്യം ചെയ്യുക. വലിയ ഹൃദയം വലിയ വേദന സഹിക്കും. നീലകണ്ഠൻ പരമത്യാഗത്തിന്റെ ദൈവം. ലിംഗോത്ഭവമൂർത്തി അഥവാ അനന്തത. ബ്രഹ്മാവിനും വിഷ്ണുവിനും അനന്തമായ ജ്യോതി. ആദിയും അന്ത്യവുമില്ല. എനിക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ എനിക്ക് എല്ലാം കഴിയും എന്ന ചിന്തകൾ തകരണം. ചില കാര്യങ്ങളുടെ തുടക്കവും അവസാനവും നമ്മൾക്ക് അറിയാനാവില്ല. അത് അംഗീകരിക്കുമ്പോൾ തന്നെ നമുക്ക് വിനയം വരും. അഹങ്കാരം കുറയുമ്പോൾ ജ്ഞാനം വർദ്ധിക്കും. കിരാതമൂർത്തി ഭാവം അഥവാ ധർമ്മപരീക്ഷകൻ. അഹങ്കാരം തകർക്കുന്നവനാണ്. ജീവിതത്തിലെ
എല്ലാ തടസ്സങ്ങളും ശിക്ഷയല്ലെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കഴിവ് പരിശോധിക്കാനും അഹങ്കാരം തകർക്കാനും ആത്മവിശ്വാസം വളർത്താനും ഉള്ള അവ ഭഗവാന്റെ പരീക്ഷണങ്ങളാണ്. സഹായം ലഭിക്കുന്നതിന് മുൻപ് നാം സ്വയം പരിശ്രമിക്കണം. പരീക്ഷ കടന്നാൽ മാത്രമാണ് അനുഗ്രഹം. ദൈവം സഹായിക്കുന്നതിന് മുൻപ് പരീക്ഷിക്കുന്നു. ശിവന്റെ ഓരോ രൂപവും പറയുന്നു, ദൈവം പുറത്തല്ല, മനുഷ്യനായി ജീവിക്കുമ്പോൾ ശരിയായി ജീവിക്കാനുള്ള മാർഗമാണ്. അടുത്ത വീഡിയോയിൽ ശിവരൂപത്തിലെ പ്രത്യേകതകൾ വിശദമായി പറയുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ദയവായി അത് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ഏറ്റുമാനൂരപ്പൻ അഥവാ മഹാദേവ ഭക്തനെങ്കിൽ ദയവായി അദ്ദേഹത്തിന് വേണ്ടി ഒരു കമന്റ് ഇടണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.